ഒരു സാധാരണ വീട്ടമ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നയായി മാറിയ കഥ. ആ പെൺകുട്ടി തന്റെ 15-ാം വയസ്സിൽ വിവാഹിതയായി. അവളുടെ ഭർത്താവ് ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ ആ കുടുംബത്തിലെ സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കി ഒതുങ്ങിക്കൂടിയവരായിരുന്നു. എന്നാൽ 2005-ൽ ഒരു അപകടത്തിൽപ്പെട്ട് ആ സ്ത്രീയുടെ ഭർത്താവ് മരണമടഞ്ഞു. അതോടെ തികച്ചും പുതിയൊരു ലോകത്തേക്ക് അവർ കാലെടുത്തു വെച്ചു. തന്റെ 55-ാം വയസ്സിൽ ഫാമിലി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആ സ്ത്രീ പിന്നീട് നടത്തിയത് ഒരു ജൈത്രയാത്രയായിരുന്നു. അക്കാലം വരെയും ഒതുങ്ങിക്കൂടിയിരുന്ന ആ വീട്ടമ്മയുടെ നേതൃത്വത്തിൽ ആ ബിസിനസ് ഗ്രൂപ്പിന്റെ ടേൺ ഓവർ 4 ഇരട്ടിയാണ് വർദ്ധിച്ചത്. ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റീൽ, മൈനിങ് തുടങ്ങിയ മേഖലയിൽ ഇന്ത്യയിലെ മുൻനിര ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായ OP ജിന്ദാൽ ഗ്രൂപ്പിന്റെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയെടുത്തത് ഈ സ്ത്രീയാണ്. ഇനിയും മനസ്സിലായില്ലേ ഈ വ്യക്തിയെ? ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയ 10 സ്ത്രീകളുടെ ലിസ്റ്റ് ഫോബ്സ് 2024-ൽ പുറത്തുവിട്ടപ്പോൾ അതിലുണ്ടായിരുന്ന ഒരേ ഒരു ഇന്ത്യക്കാരി ഇവരായിരുന്നു. $36 ബില്യൺ നെറ്റ്വർത്തോടെ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ റിച്ചസ്റ്റ് വുമണായി മാറിയ സാവിത്രി ജിന്ദാളാണ് ആ വ്യക്തി. ഇന്ത്യയുടെ തന്നെ അഭിമാനമായ സാവിത്രി ജിന്ദാളിന്റെ ഇൻസ്പയറിംഗ് ആയ ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോവാം. 1950 മാർച്ച് 20-നാണ് സാവിത്രി ജനിക്കുന്നത്. ആസാമിലുള്ള ഒരു ടൗണായ ടിൻസുഗിയിലെ ഒരു മിഡിൽ ക്ലാസ് ഹിന്ദു മാർവാറി കുടുംബമായിരുന്നു അവരുടേത്. എന്നാൽ സാവിത്രിയുടെ ചെറുപ്രായത്തിലുള്ള വിവാഹത്തിന് പിന്നിൽ പലർക്കും അറിയാത്ത ഒരു കഥയുമുണ്ട്. അവളുടെ സഹോദരിയായ വിദ്യാദേവിയെ OP ജിന്ദാൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ ഓം പ്രകാശ് ജിന്ദാളാണ് വിവാഹം കഴിച്ചത്. പക്ഷേ സാവിത്രിക്ക് വെറും 15 വയസ്സുള്ളപ്പോൾ സഹോദരി വിദ്യ മരണപ്പെട്ടു. ഇതേ തുടർന്ന് അവരുടെ അച്ഛൻ സാവിത്രിയേക്കാൾ 20 വയസ്സ് പ്രായക്കൂടുതലുള്ള ഓം പ്രകാശുമായി അവളുടെ വിവാഹം നടത്തുകയായിരുന്നു. 1952-ൽ ഹരിയാനയിലെ ഹിസാറിൽ ഒരു ചെറിയ ബക്കറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്ഥാപിച്ചാണ് ഓം പ്രകാശ് തന്റെ ബിസിനസ് തുടക്കമിടുന്നത്. പിന്നീട് ഒരു സ്റ്റീൽ പൈപ്പ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിയ അദ്ദേഹം 1969 ആയപ്പോഴേക്കും ജിന്ദാൽ സ്ട്രിപ്സ് ലിമിറ്റഡ് സ്ഥാപിച്ചു. അങ്ങനെ പടിപടിയായി ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റീൽ, പവർ, സിമന്റ് എന്നീ ഇൻഡസ്ട്രികളിലും അദ്ദേഹം OP ജിന്ദാൽ ഗ്രൂപ്പിന്റെ ബിസിനസ് പടുത്തുയർത്തി. ഓം പ്രകാശ് ജിന്ദാൽ രാഷ്ട്രീയത്തിലും വളരെ സജീവമായിരുന്നു. ഹരിയാന ഗവൺമെന്റിൽ മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം 1996 ആയപ്പോഴേക്കും മെമ്പർ ഓഫ് പാർലമെന്റുമായി. സാവിത്രിയുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായ ദിവസമായിരുന്നു മാർച്ച് 31, 2005. ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽപ്പെട്ട് അവരുടെ ഭർത്താവ് ഓം പ്രകാശ് ജിന്ദാൾ മരണമടഞ്ഞു. എന്നാൽ അന്നുവരെയും വീടിന്റെ അകത്തളത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സാവിത്രിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ലോകം പിന്നീട് കണ്ടത്. തന്റെ 55-ാം വയസ്സിൽ ഫാമിലി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സാവിത്രി OP ജിന്ദാൽ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ചുരുങ്ങിയ കാലം കൊണ്ട് അവരുണ്ടാക്കിയ 3 പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. 1. സാവിത്രി ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്ത് വെറും 5 വർഷം കൊണ്ട് ജിന്ദാൽ ഗ്രൂപ്പിന്റെ ടേൺ ഓവർ ഏകദേശം 4 ഇരട്ടിയോളമായി. 2. സാവിത്രി വന്ന ശേഷം ജിന്ദാൽ സ്റ്റീൽ ഇന്ത്യയിലെ 3ാമത്തെ വലിയ സ്റ്റീൽ പ്രൊഡ്യൂസറായി മാറി. 3. ജിന്ദാൽ ഗ്രൂപ്പിലെ പല കമ്പനികളും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇതുകൂടാതെ ചിലി, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിലെ മൈനുകൾ അക്വയർ ചെയ്യുകയും ചെയ്തു. സാവിത്രി നേതൃനിരയിലേക്ക് വന്നതോടെ ഗ്രൂപ്പിന്റെ ബിസിനസ്സുകൾ തന്റെ 4 ആൺമക്കൾക്കായി വീതിച്ചു കൊടുത്തു. JSW സ്റ്റീൽ, JSW സിമന്റ്, JSW പെയിന്റ്സ് തുടങ്ങിയ ഗ്രൂപ്പിന്റെ വലിയ അസറ്റുകൾ നോക്കി നടത്തുന്നത് മുംബൈയിലുള്ള മകൻ സജ്ജൻ ജിന്ദാലാണ്. ജിന്ദാൽ സ്റ്റീൽ ആൻഡ് പവർ മാനേജ്മെന്റ് ചെയ്യുന്നതാകട്ടെ ഡൽഹിയിലുള്ള ഇളയ മകൻ നവീൻ ജിന്ദാളും. 2005 മുതൽ 2011 വരെ സാവിത്രി ജിന്ദാൽ JSW സ്റ്റീലിന്റെ കമ്പനി ബോർഡിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഡയറക്ടർ ആൻഡ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയ സാവിത്രിയെ 2011 ഒക്ടോബർ 21 മുതൽ കമ്പനിയുടെ ചെയർപേഴ്സൺ എമിറേറ്റസ് സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തു. ബിസിനസ്സിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും സാവിത്രി ജിന്ദാൽ നേട്ടങ്ങൾ കൊയ്തെടുത്തു. ആദ്യമായി 2005-ൽ ഹരിയാനയിലെ ഹിസാർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് MLA ആയി വിജയിച്ചു. തുടർന്ന് 2009-ൽ അതേ മണ്ഡലത്തിൽ നിന്നും അവർ ഇലക്ട് ചെയ്യപ്പെട്ടു. പിന്നീട് 2013-ൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഗവൺമെന്റിൽ മന്ത്രിയായി സ്ഥാനമേറ്റ സാവിത്രി ജിന്ദാൽ 2024 ഒക്ടോബറിലെ ഇലക്ഷനിൽ ഹിസാർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയി വിജയിച്ചു. യാതൊരു മുൻപരിചയമില്ലാഞ്ഞിട്ടും അവസരത്തിനൊത്തുയർന്ന് ഇന്ത്യൻ ബിസിനസ് രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാവിത്രി ജിന്ദാൽ ഏതൊരു സ്ത്രീക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. സാവിത്രി ജിന്ദാലിനെ പോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും സെലിബ്രിറ്റിയുടെ ലൈഫ് സ്റ്റോറി ഉണ്ടോ? ആ പേര് കമന്റ് ചെയ്യൂ.